ഇന്നലെ രാത്രിയുണ്ട് ഇവിടെ ഈ നായിക്കെട്ടി പാലത്തിന്റെ അടുത്ത് തന്നെ 6 ആന അടിച്ച് പൊളിച്ചിങ്ങനെ വരിക. ഇന്നലെ എത്ര കടുവനെ കണ്ടു? 4 കടുവേനെ കണ്ടു. പുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി ചവിട്ടാ ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും ഒരുമിച്ച് വെളുപ്പിന് ഫസ്റ്റ് വണ്ടി ആരോ ഒരു ടീം 4 കടുവേനെ കണ്ടു. ഒരുമിച്ച് ഒരേ ഏരിയയിൽ ഇങ്ങനെ കണ്ടു. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. കരടി അങ്ങനത്തെ എന്തെങ്കിലും കരടി ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞോ കാണാരട്ടാ അങ്ങോട്ട് വാടോ. എന്ത് വിടലാണ് ഇയാള്. കരടികൾ മലമ്പാമ്പ് ഏകദേശം നമ്മളെ തേക്കിന്റെ വലിപ്പമുണ്ട്. ഈ തേക്കിന്റെ വലിപ്പമുണ്ട് മലമ്പാമ്പ്. ഇവിടെ ഒരു ദിവസം ഹമ്പ് ചാടി എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് വന്നിട്ട് നമ്മളെല്ലാരും പോയി നോക്കുമ്പോ അമ്പല്ല ചാടിയത്, പാമ്പിനെ. എല്ലാരും പോയി കണ്ടു. ഓ മലമ്പാമ്പ് വണ്ടി കയറി ചത്തിരുന്നോ? ഒന്നുമില്ല, ലോറി കയറിയിട്ട് ഒന്നുമില്ല. അവിടെ ഡീസന്റ് ആയിട്ട് പോയി. എനക്ക് വല്ലതും പറ്റിയ ഒന്ന് പോറി. 1 വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെ? 1 വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ആരോഗ്യം. 1 വയസ്സിൽ 1.5 വയസ്സായപ്പോഴത്തെ റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു. സോ ബൈ 2 years എനിക്ക് നന്നായിട്ട് സ്വിം ചെയ്യാൻ അറിയാം. അത് എവിടെ മൂവാറ്റുപുഴ ആരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല ഒഴുക്കുള്ള വെള്ളത്തില് കാലത്ത് കൊച്ചി കായലിലൂടെ ബോട്ടിൽ വരുമ്പോഴാണ് അത്ഭുതകരമായി ഈ കാഴ്ച കാണുന്നത്. ഈ മനുഷ്യൻ യാതൊരു വിധ നീന്തൽ ഉപകരണങ്ങളും ഇല്ലാതെ കായലിന് കുറുകെ നീന്തുന്നു. ഇതൊരു റെക്കോർഡാണ്. ഇഫ് ഐ ലൈക്ഡ് എ ബോയ്, ഡാഡി ആദ്യം പറഞ്ഞു, "No, no, no, you like this boy, അല്ലേ? Bring him home." And like, okay. എങ്ങനെയുണ്ട്? സൂപ്പർ ഡാഡി. സിനിമ ഇഷ്ടമാണ്. എല്ലാ ഇഷ്ടംപോലെ ഓഫർ വരാറുണ്ട്. മറ്റേ സ്റ്റണ്ട് സീന്, അഭിനയം, ബലാത്സംഗം, എല്ലാ സീനുകളും വരാറുണ്ട്. സാധാരണക്കാരും ഈ റോൾസ് റോയ്സിൽ കയറി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, അതിന് കാരണക്കാരനാവാൻ ഞാൻ, അതിലൊരു വലിയ സുഖമുണ്ട്. മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. ഒന്നാമത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്ത് പറ്റിയടാ? 6ാം ക്ലാസ്സിൽ ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ താക്കോല് കട്ടെടുത്തുകൊണ്ട് പോയിട്ട് നേരെ NH കയറി അങ്ങ് ഒറ്റ ഓടിക്കില്ല. അപ്പോഴാണ് എനിക്ക് ഡ്രൈവിംഗ് എനിക്ക് അറിയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഇനി ക്ഷമിക്കൂലട്ടോ. എന്ത് വിടലാണ് ഇയാള്. അതുപോലെ എനിക്ക് ആശേരിപ്പണി, മറ്റേ മെയ്സന്റെ വർക്കില്ലേ, അതൊക്കെ കുറേശ്ശെ അറിയാം. ഫ്ലോർ ഷിഫ്റ്റിംഗ് ഗിയറൊക്കെ ആയിട്ട് അന്നത്തെ വലിയ വണ്ടിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. അതെടുത്തുകൊണ്ട് 8ലാണോ 9ലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. വണ്ടി തള്ളാൻ വേറൊരു സഹായം വേണ്ട, ഞാൻ മാത്രം മതി.